In secret we met, in silence I grieve, that thy heart could forget, thy spirit deceive. If I should meet thee after long years, how should I greet thee with silence and tears? The poet recollects his memory about his beloved in these lines. He expresses his extreme pain of parting. That is why he uses the word grief. Through the word grief, the poet denotes extreme pain he suffered. The word silence in these lines represents his loneliness and nothingness. സ്മിത, ഒരു വിസിറ്റ് ഉണ്ട് കേട്ടോ. സർ, ഇവിടെ സാർ എങ്ങനെ ഇവിടെ? വല്ല കോൺഫറൻസും ഉണ്ടോ? ഇല്ല, ഞാൻ നിന്നെ കാണാൻ വേണ്ടി തന്നെ വന്നതാണ്. എന്നെ കാണാനോ? ഞാൻ സാറിനെ വിളിച്ചിട്ട് ഒരുപാട് കാലമായല്ലോ. നിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ടായിരുന്നു. എൻ്റെ മൊബൈലിൻ്റെ കൂടെ പഴയ നമ്പറൊക്കെ നഷ്ടപ്പെട്ടു. സാറിനെ വിളിക്കണമെന്നുണ്ടായിരുന്നു. നമുക്കൊരു കോഫി കുടിച്ചുകൊണ്ട് സംസാരിച്ചാലോ? This is such a really nice place, huh? I can't believe you came to meet me, sir. സ്മിതയ്ക്ക് ഇങ്ങനെ സംഭവിച്ചെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അപ്പോൾ ഒന്ന് കണ്ടിട്ട് പോവാമെന്ന് വിചാരിച്ചു. സത്യത്തിൽ എന്താണ് സംഭവിച്ചത് സ്മിത? കഴിഞ്ഞ വിഷുവിൽ നാട്ടിൽ വന്നപ്പോൾ അയാൾ പതിവിലധികം ദിവസം നിന്നു. അപ്പോഴാണ് എല്ലാ കുഴപ്പവും ഉണ്ടായത്. ഞാൻ എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട് അമ്മയോട് ഇക്കാര്യം പറയണമെന്ന്. ഞാൻ എങ്ങനെയാ സർ? സ്വന്തം അങ്കിളല്ലേ. അമ്മയ്ക്കത് താങ്ങാൻ പറ്റില്ല. ആവശ്യത്തിലേറെ കഷ്ടപ്പാട് അച്ഛൻ തന്നെ കൊടുക്കുന്നുണ്ട്. അമ്മയ്ക്ക് താങ്ങാൻ പറ്റില്ലെന്നത് ശരിയായിരിക്കാം. എന്നിട്ടിപ്പോൾ സ്മിതയ്ക്ക് പറ്റുന്നുണ്ടോ ഈ ദുരന്തം താങ്ങാൻ? അച്ഛനറിഞ്ഞ കൊലപാതകം നടക്കും. ഞാൻ കാരണം. നീ കാരണമല്ല, അവൻ കാരണം. നിന്റെ അങ്കിള് കാരണം. ഞാൻ അയാളോട് പലവട്ടം പറഞ്ഞു നോക്കി. ദുഷ്ടനാ. ഞാൻ ഉറങ്ങിക്കിടക്കുമ്പം മൊബൈലിൽ എൻ്റെ ഫോട്ടോ എടുത്തു. എന്നിട്ടത് സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു. അയാളത് നിന്നെ കാണിച്ചിരുന്നോ? അയാൾ ഞാൻ ചീത്തയായി പോയി സർ. So, you decided to commit suicide? Huh? I am
ഐ ആം ക്യാരിങ്. അത് മനസ്സിലാക്കിയപ്പോൾ Shall we go somewhere outside? യാ, ഐ വിൽ ഗെറ്റ് പെർമിഷൻ. അച്ഛനും അമ്മയും ഇക്കാര്യം അറിഞ്ഞോ? ഒളിച്ചു വെച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ സർ. ഇതറിഞ്ഞപ്പോൾ അയാളെന്താ പറഞ്ഞെന്ന് ഞാൻ ചോദിക്കുന്നില്ല. കാശ് തന്നു. അബോർട്ട് ചെയ്യാനുള്ള ക്ലിനിക്കുകളുടെ പേര് പറഞ്ഞു തന്നു. ഹോസ്റ്റലിൽ നിന്ന് പോവായോണ്ട് ആരും അറിയില്ല എന്നും പറഞ്ഞു. Bastard. അബോർട്ട് ചെയ്യാൻ എനിക്ക് പറ്റുമായിരുന്നില്ല. ഒരു ജീവനെ നശിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതിലും ഭേദം ആത്മഹത്യ ചെയ്യാൻ തോന്നി. പക്ഷേ അതിലും ഞാൻ തോറ്റുപോയി. അവസാനം തീരുമാനിച്ചു, ശരിയാണോ തെറ്റാണോ എന്നറിയില്ല, ജന്മം കൊടുക്കണം. കൊല്ലാൻ കഴിയില്ല. ഡെലിവറി വരെ കഴിയാൻ തിരുവനന്തപുരത്ത് കസിൻ്റെ ഫ്ലാറ്റ് ഉണ്ട്. അവിടെ നിൽക്കാം. അത് കഴിഞ്ഞാൽ അമ്മത്തൊട്ടിൽ, അനാഥാലയം, അഡോപ്ഷൻ. പറയാൻ എന്തെളുപ്പുണ്ട്. ആട്ടാൻ ആരുമില്ലാത്ത തൊട്ടിലിൽ എൻ്റെ കുട്ടി അല്ലെങ്കിൽ ഒരു ഓർഫനേജിൻ്റെ ഇരുണ്ട മൂലയിൽ. എനിക്കിപ്പോൾ നിന്നോട് ബഹുമാനം തോന്നുന്നു. നീ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു എന്ന് കേട്ടപ്പോൾ ഞാൻ വല്ലാതായിപ്പോയി. എൻ്റെ മോളുടെ കൂടെ കളിക്കാൻ ഒരാൾ കൂടെ വന്നാൽ എനിക്കതൊരു ബുദ്ധിമുട്ടാവില്ല. എൻ്റെ ഭാര്യയ്ക്കും അതൊക്കെ മനസ്സിലാവും. വേണ്ട സർ. സാറിതറിഞ്ഞപ്പോൾ എന്നെ വന്ന് കണ്ടല്ലോ, എനിക്കത് വലിയ ആശ്വാസമായി. ഇനി വരുമിരുളിൽ നീ തനിച്ചായി പോകിലും പുലരി വരുമിരുളിൻ്റെ പിറകെ അതു നിശ്ചയം. സങ്കടച്ചൊപ്പായി രാവിന്നു വഴിമാറുമി സന്ധ്യയിൽ ഏകയായി മൗനത്തെ എണ്ണി നീ ഇരിക്കവേ. ഇനി വരുമിരുളിൽ നീ തനിച്ചായി പോകിലും പുലരി വരുമിരുളിൻ്റെ പിറകെ അതു നിശ്ചയം. ഇനി വരുമിരുളിൽ നീ തനിച്ചായി പോകിലും പുലരി സ്മിത, വരുമിരുളിൻ്റെ പിറകെ ഇത് അതു നിനക്കാണ്. നിശ്ചയം. ബൈ.
സന്ധ്യതൻ മടിത്തട്ടിലൊരു വർഷമേഘത്തിൻ നൊമ്പരം 100 ചീളുകളായി പെയ്തൊഴിയാൻ കൊതിക്കവേ കനവിലെ തേന്മാവിനരുമയാം കൊമ്പത്തു നിൻ കഥനഭാരത്തിൻ കിളിക്കൂട്ടിൽ തനിയെ നീരിക്കവേ എരിയുമിട നെഞ്ചിലെ തേങ്ങലിൻ താളം നിന്നിലൊരോമൽ താരാട്ടിൻ്റെ ഇണമായുയരുന്നുവോ മോഹഭംഗത്തിൻ പൊട്ടിപ്പോയ നൂൽ ചേർത്തു നീ വിടരാൻ വെമ്പും മലർമൊട്ടുകൾ കോർക്കുന്നു.